സ്റ്റഡി അബൌട്ട് ഹെവൻ. ഹല്ലേലൂയ. നമ്മൾ ചെറുപ്പമായിരിക്കുമ്പോൾ സ്വർഗരാജ്യത്തെപ്പറ്റി, നമ്മൾ ചെറുപ്പമായിരിക്കുമ്പോൾ നിത്യതയെപ്പറ്റിയുള്ള കാഴ്ചപ്പാട് നമ്മൾ ലഭിച്ചാൽ നമ്മുടെ ജീവിതത്തിൻ്റെ ദശ ദൈവം മാറ്റും, നമ്മുടെ ഡെസ്റ്റിനി ദൈവം മാറ്റും. ഹല്ലേലൂയ. We need to know about the heaven. Praise the Lord. നമ്മൾ പോകുവാൻ പോകുന്ന, നിത്യതയോളം പാർക്കുവാൻ പോകുന്ന അനുഗ്രഹിക്കപ്പെട്ട പട്ടണത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുമ്പോൾ അതിനെപ്പറ്റിയുള്ള ചില ഗ്രാഹ്യം നമുക്ക് ഈ ഭൂമിയിൽ വെച്ച് തന്നെ ഉണ്ടായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ഈ രാജ്യത്തേക്ക് വരുന്നതിന് മുമ്പ് എനിക്കറിയാം നിങ്ങളെല്ലാവരും റിസർച്ച് ചെയ്ത് ഈ രാജ്യത്തെപ്പറ്റി. ഹല്ലേലൂയ. ഞാൻ ഈ രാജ്യത്ത് വരുമ്പോൾ കമ്പ്യൂട്ടറും ഇൻ്റർനെറ്റും ഒന്നും അത്ര പോപ്പുലർ ആയിരുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ സമയത്ത് ഇവിടെയുള്ള വന്ന ആൾക്കാരോട് ഞങ്ങൾ വിളിച്ച് ചോദിച്ചു, എങ്ങനെയുണ്ട്, ഹൗ ഇസ് കാനഡ? പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അവരിൽ നിന്ന് ലഭിച്ച ചില ഇൻഫർമേഷനെ ഞങ്ങൾക്കുള്ളൂ. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഇവിടെ വന്നപ്പോഴാണ് നമ്മൾ പല കാര്യങ്ങളും എന്നാൽ അറിയുവാനുള്ള ആഗ്രഹമുണ്ടായിരുന്നു. ഹൗ ദ കാനഡ ഈസ് ഗോയിങ് ടു ബി. അവിടെ പോയി ജോലി കിട്ടുമോ, അവിടുത്തെ വീടുകൾ എങ്ങനെയാണ്, അവിടെ എങ്ങനെയാണ് ആഹാരം പാചകം ചെയ്യുന്നത്, അവിടുത്തെ ഭക്ഷണം എന്താണ്, അവിടെ നമ്മുടെ ഭക്ഷണ സാധനങ്ങളൊക്കെ ലഭിക്കുമോ, അനേക ക്വസ്റ്റ്യൻസ് ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമ്മൾ ഈ രാജ്യത്ത് വരുന്നതിന് മുമ്പായിട്ട് വി ഡിഡ് ലോട്ട് ഓഫ് റിസർച്ച് അബൌട്ട് കാനഡ. ഹല്ലേലൂയ. എന്നാൽ നമ്മളെവിടെയെങ്കിലും ഒരു വെക്കേഷന് പോകുമ്പോൾ, 2 ആഴ്ചത്തെ വെക്കേഷൻ അല്ല 1 ആഴ്ചത്തെ വെക്കേഷന് പോകുമ്പോൾ നമ്മൾ അന്നേരം 1 മാസത്തെ റിസർച്ച് ചെയ്യും. പ്രൈസ് ദി ലോർഡ്. അവിടെ പോയി എങ്ങനെ ആയിരിക്കും, എവിടെ താമസിക്കും, എങ്ങനെയാണ് റോഡുകൾ, ട്രാഫിക് റൂൾസ് എന്താണ്, ഇതെല്ലാം നമ്മൾ റിസർച്ച് ചെയ്യും. ഞാനൊരു കാര്യം ചോദിക്കട്ടെ ദൈവത്തിൻ്റെ മക്കളെ, എത്ര പേര് സീരിയസ് ആയിട്ട് ചിന്തിക്കുന്നുണ്ട് ഈ ലോകം വിട്ട് നമ്മൾ പോയാൽ അതിന് പ്രായമൊരു വിഷയമല്ല, ആരോഗ്യമൊരു വിഷയമല്ല. ഡോക്ടർമാർ കംപ്ലീറ്റ് മെഡിക്കൽ റിപ്പോർട്ട് ഫ്രം എ ടു ഇസഡ് എവറിതിങ് ഈസ് നോർമൽ എന്ന് പറഞ്ഞാലും അങ്ങനെ പറഞ്ഞവർ പെട്ടെന്ന് പോയാൽ എനിക്കറിയാം. പ്രൈസ് ദി ലോർഡ്. എന്നാൽ എല്ലാ കുഴപ്പമുണ്ടെന്ന് പറഞ്ഞവർ ഇപ്പോഴും 90-ാമത്തെ വയസ്സിൽ ജീവിച്ചിരിപ്പുണ്ട്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇതൊന്നും ഈ റിപ്പോർട്ടിനകത്തോ ഇതിനകത്തൊന്നും വല്ല കാര്യം ഇരിക്കുന്നത്. എനിക്കറിയാം ഇവിടെ ഒരു വലിയൊരു എൻ്റെ ഒരു അടുത്തൊരു പാസ്റ്ററുണ്ട്, ഒരു ഫ്രഞ്ച് പാസ്റ്ററാണ്. അദ്ദേഹം പച്ചവെള്ളത്തിന് പകരം പെപ്സിയെ കുടിക്കത്തുള്ളൂ. അപ്പോൾ എല്ലാവരും അദ്ദേഹത്തോട് പറഞ്ഞു, പ്രൈസ് ദി ലോർഡ്, ബട്ടറൊക്കെ ഇങ്ങനെ വലിയ ഒരു കട്ട എടുത്താണ് കഴിക്കുന്നത്. അപ്പോൾ ഞങ്ങളെല്ലാം പറഞ്ഞു, പാസ്റ്റർ ഇങ്ങനെയൊന്നും കഴിക്കല്ലേ എന്ന് പറയാം. This is the secret of my health. Praise the Lord. This is now WD-40 for my joints. ബട്ടർ. ഹല്ലേലൂയ. ഇങ്ങനെയൊക്കെ ജോയിൻ്റൊക്കെ മൂവ് ചെയ്യുന്നതിൻ്റെ സീക്രട്ട് എന്നറിയാമോ? ഇത്രയും ബട്ടർ ഞാൻ കഴിക്കുന്നുണ്ടാ. പ്രൈസ് ദി ലോർഡ്. പെപ്സി നോ പ്രോബ്ലം. അദ്ദേഹത്തിന് ഇപ്പോഴും ഒരു കുഴപ്പമില്ല. ഞാൻ പറഞ്ഞതിൻ്റെ റീസൺ, നമ്മൾ എത്രമാത്രം ടേക്ക് കെയർ ചെയ്യുന്നതൊന്നും ചെയ്യണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. വി ഹാവ് എ ഡേ ടു ഗോ. ഞാൻ പറയാൻ വന്നത്. ഹല്ലേലൂയ. Oh, this is appointed by God once to die and judgment. 2 things are appointed. Hallelujah. These 2 appointments, you cannot cancel it. You cannot prepone it. You cannot postpone it. You have to be there for the appointment. The first appointment is your death day, my death day. Praise the Lord. Hallelujah. And the one day you are going to stand in front of the, hallelujah, the God of the universe and submit your T4. Praise the Lord. Hallelujah. Hallelujah. നമ്മുടെ സ്റ്റാക്സിൻ്റെ ഭാഷ പറഞ്ഞാൽ hallelujah, നിങ്ങളുടെ സകലതും ആ ദൈവത്തിന് മുമ്പിൽ സമർപ്പിക്കേണ്ട ഒരു ദിവസമുണ്ട്. Praise the Lord. So these are 2 appointments. You cannot cancel it, prepone it, postpone it. You can do nothing about it. You have to be there in front of the living God. Praise the Lord. അതുകൊണ്ട് അവിടെ പോകുമ്പോൾ നമ്മൾ ഭാരപ്പെട്ട് ഞെരുങ്ങി പോകാനല്ല കർത്താവ് ആഗ്രഹിക്കുന്നത്. അവിടെ പോകുമ്പോൾ പ്രത്യാശയോടെ, ഹല്ലേലൂയ, സന്തോഷത്തോടെ ദൈവം എനിക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഭവനം എത്ര മനോഹരമാണെന്ന് പാടിക്കൊണ്ട് സന്തോഷത്തോടെ പോകാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ സ്റ്റഡി ഇപ്പോൾ ചില ദിവസങ്ങളായിട്ട് അവരോട് ഞാൻ പറയണമെന്ന് ആഗ്രഹിച്ചത്. ദൈവൻ്റെ ഹൃദയത്തിൽ നിന്ന് ഒരു പ്രേരണയാണ് ദൈവസഭയെ നിത്യതയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുക. അല്ലെങ്കിൽ കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുകയാണ്. അധികം നാളൊന്നും ഇവിടെ കടന്ന് കറങ്ങിടക്കാൻ നമുക്ക് സമയമില്ല. പ്രൈസ് ദി ലോർഡ്. യേശുവിൻ്റെ വരവ് കാഹളനാദം കേൾക്കുവാൻ സമയമായിക്കൊണ്ടിരിക്കുമ്പോൾ ഹല്ലേലൂയ, സ്വർഗം എന്തുവാണെന്നുള്ളൊരു കാഴ്ചപ്പാട് ദൈവസഭയ്ക്കുള്ളിൽ കയറണം. സ്വർഗം എന്തെന്നുള്ളത് നിൻ്റെയും എൻ്റെ ഉള്ളിൽ കയറണം. പ്രൈസ് ദി ലോർഡ്.
ഹല്ലേലൂയ. എനിക്കറിയാം, ഹല്ലേലൂയ, സ്വർഗത്തിൽ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് മാത്രമേ ഇതൊക്കെ കേൾക്കുമ്പോൾ സ്തോത്രം വരത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഹല്ലേലൂയ, ഞാൻ പറയട്ടെ, കർത്താവ് വായിച്ച് കഴിഞ്ഞ പ്രാവശ്യം ചിന്തിച്ച വിഷയത്തിലേക്ക് മടങ്ങി വരാം. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 14 അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്: നിങ്ങളെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. ഹല്ലേലൂയ. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു, ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. ഹല്ലേലൂയ. കിങ് ജെയിംസ് വെർഷൻ പറയാണ്, there are mansions in heaven. ഹല്ലേലൂയ. വലിയ കൊട്ടാരങ്ങൾ നമുക്ക് വേണ്ടി ദൈവം പണിഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ. വലിയ ഭവനങ്ങൾ ദൈവം നമുക്ക് വേണ്ടി പണിഞ്ഞിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. അവിടേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മൾ ഭവനമില്ലാത്തവരല്ല, നമ്മൾ ഭവനമുള്ളവരാണ്. പ്രൈസ് ദി ലോർഡ്. നിത്യതയിൽ നമുക്ക് ഭവനമുണ്ട്. ഹല്ലേലൂയ. ഈ രാജ്യത്തോ ഈ ലോകത്തോ നമുക്ക് ഭവനമുണ്ടോ ഇല്ലയോ എന്നുള്ളതൊരു വിഷയമല്ല. പ്രൈസ് ദി ലോർഡ്. നിത്യതയിൽ നിനക്കൊരു ഭവനമുണ്ടോ? അതിൽ പോകുവാൻ വേണ്ടി നീ തയ്യാറായിരിക്കുകയാണോ എന്നുള്ള ചോദ്യമാണ് ഇന്ന് പകൽക്കാലം അവശേഷിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച നമ്മൾ പഠിച്ചു, there are 3 heavens. According to the Bible, there are 3 heavens. The first heaven is the sky. നമ്മൾ ആളുകൾ നാട്ടിൽ പോകുമ്പോൾ പ്ലെയിനിൽ കയറി കടന്നു പോകുന്ന ആകാശം, അതിനെയാണ് ഫസ്റ്റ് ഹെവൻ എന്ന് ബൈബിൾ പറയുന്നത്. അവിടെ അന്ധകാര ശക്തികളുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആകാശത്തിൻ്റെ അധികാരത്തിനും ബൈബിൾ പഠിപ്പിക്കുന്നുണ്ട്. അന്ധകാര ശക്തികൾ പലപ്പോഴും ആയിരിക്കുന്നത് ഈ എയറിലാണ്, ഈ അന്തരീക്ഷത്തിലാണ്. പ്രൈസ് ദി ലോർഡ്. ഈ അന്തരീക്ഷത്തിൽ അന്ധകാര ശക്തികളുടെ വ്യാപാരങ്ങളുണ്ട്. അതിനെ ഛേദിക്കുവാനാണ് ഇവിടെ ആരാധന നടത്തേണ്ടത്. അതിനെ ഛേദിക്കുവാനാണ് നമ്മൾ വർഷിപ്പ് ചെയ്യേണ്ടത്. വർഷിപ്പ് ചെയ്യുമ്പോൾ, നമ്മൾ ഒരുമിച്ച് കർത്താവിനെ ആരാധിക്കുമ്പോൾ, ഈ അന്തരീക്ഷത്തിലുള്ള അന്ധകാര ശക്തികൾ മാറി സ്വർഗം നമ്മുടെ മേൽ തുറക്കുവാനിടയായിത്തീരും. ഹല്ലേലൂയ. അതുകൊണ്ട് കാണുവാൻ സാധിക്കുന്നത്, ഫസ്റ്റ് ഹെവൻ ഈസ് ദ അറ്റ്മോസ്ഫിയർ, ദ സെക്കൻഡ് ഹെവൻ ഈസ് ദ സെലസ്റ്റിയൽ ഹല്ലേലൂയ പ്ലേസ്. ഹല്ലേലൂയ. അതെന്താണ്? ചന്ദ്രനും സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ഗാലക്സികളും എല്ലാം സ്ഥിതി ചെയ്യുന്നതായിട്ടുള്ള രണ്ടാമത്തെ സ്വർഗം ബൈബിൾ പറയാണ്. എന്നാൽ there is a third heaven. അപ്പോൾ 2 കൊരിന്ത്യർ 12:2 മുതൽ 4 വാക്യങ്ങളിൽ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്: ക്രിസ്തുവിലുള്ള ഒരു മനുഷ്യനെ ഞാൻ അറിയുന്നു. പൗലോസ് പറയാണ്, തന്നെ പറ്റി പറയുകയാണ്, ക്രിസ്തുവിലുള്ള ഒരു മനുഷ്യനെ ഞാൻ അറിയുന്നു. അവൻ 14 സംവത്സരം മുമ്പ് 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു. ശരീരത്തോടെയാണെന്ന് അറിയുന്നില്ല. പക്ഷേ Paul had an experience. He had a spiritual experience. Hallelujah. He was taken into the third heaven where God dwells. Hallelujah. ദൈവം വസിക്കുന്ന 3-ാമത്തെ സ്വർഗത്തിലേക്ക് തനിക്കൊരു യാത്ര, ഒരു വിസിറ്റ് വിസ ദൈവം കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നീ ഒന്ന് വന്നാട്ടെ. Come here. I want to show you the heavenly things. ഹല്ലേലൂയ. നിങ്ങൾ ചിന്തിക്കണം, പൗലോസ് എന്ന് പറഞ്ഞൊരു മനുഷ്യൻ, ഹല്ലേലൂയ, വളരെ ധനികനായ ഒരു മനുഷ്യനായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അനേക കപ്പലുകളുടെ ഉടമസ്ഥനായിരുന്നു. തനിക്ക് തൻ്റെ എല്ലാവിധമായ തത്വജ്ഞാനങ്ങളും അറിയുന്ന ഒരു മനുഷ്യനായിരുന്നു. പ്രൈസ് ദി ലോർഡ്. എല്ലാ രീതിയിലും ഇൻഫ്ലുവൻസ് ഉള്ള മനുഷ്യനായിരുന്നു. ബെന്യാമിൻ ഗോത്രത്തിൽപ്പെട്ടവനായിരുന്നു. ഹല്ലേലൂയ. ഗമാലിയലിന്റെ പാദപീഠത്തിൽ പഠിച്ചവനായിരുന്നു. എല്ലാ പഠനങ്ങളും തനിക്കുണ്ടെങ്കിലും ഹല്ലേലൂയ, താൻ പറയാണ്, ക്രിസ്തുവിന്റെ ക്രൂശ് നിമിത്തം ഞാൻ സകലതും ചപ്പെന്നും ചവറെന്നും എണ്ണുവാനുള്ള കാരണം എന്നറിയാമോ? ബിക്കോസ് he saw the heavenly place. സ്വർഗം കണ്ടതുകൊണ്ടാണ് ഈ ലോകത്തിലെ ചപ്പെന്നും ചവറെന്നും എണ്ണുവാൻ അവന് ദൈവം ബലം കൊടുത്തത്. ഹല്ലേലൂയ. ഈ ലോകത്തിലുള്ളതിനെ നീ വലുതായിട്ട് കാണുന്നുണ്ടെങ്കിൽ നിനക്ക് ഇന്ന് വരെ സ്വർഗത്തെപ്പറ്റിയുള്ള കാഴ്ചപ്പാട് നീ ലഭിച്ചിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ പൈതലേ, ഇവിടെ പൗലോസ് പറയാണ്, ഞാൻ 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു. ഹല്ലേലൂയ. ശരീരത്തോടു കൂടിയാണോ ശരീരം കൂടിയാണോ എന്ന് എനിക്കറിയുന്നില്ല. അവിടെ പറയാണ് 3-ാം വാക്യത്തിൽ, ആ മനുഷ്യൻ പർദീസോളം എടുക്കപ്പെട്ടു. ഹല്ലേലൂയ. ശരീരത്തോടെയോ ശരീരം കൂടാതെയോ എന്ന് ഞാൻ അറിയുന്നില്ല, ദൈവം അറിയുന്നു. മനുഷ്യന് ഉച്ചരിപ്പാൻ പാടില്ലാത്തതും പറഞ്ഞു കൂടാത്തതുമായ വാക്കുകളെ അവൻ കേട്ടു എന്ന് ഞാൻ അറിയുന്നു. ഹല്ലേലൂയ. These words, hallelujah, this vision that Paul had, hallelujah, he cannot even express in humanly terms. hallelujah. മനുഷ്യന്റെ വാക്കുകളിലോ ഏതൊരു ഭാഷയിലോ ഒരു ഭാഷയിലും തനിക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റത്തില്ല. Because the presence of God, the heavenly place is so beautiful, it's beyond my description, it's beyond my hallelujah comprehension. This is huge. ഹല്ലേലൂയ. ദൈവം തനിക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന, എനിക്കും നിനക്കും വേണ്ടി ഒരുക്കിയിരിക്കുന്ന ആ സ്വർഗം എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് വലുതാണ്. മനുഷ്യന്റെ ഭാഷയിൽ വേറെ ട്രാൻസ്ലേഷൻ ചെയ്തിരിക്കുന്നത്, even this is not even permitted to speak about hallelujah what he has seen in heaven. താൻ കണ്ട കാര്യങ്ങളെ മനുഷ്യന്റെ ഭാഷയിൽ സംസാരിക്കുവാൻ തനിക്ക് പെർമിഷൻ ഇല്ല. കാര്യം എന്താണെന്നറിയാമോ? അത്രമാത്രം വലുതാണ് താൻ കണ്ടത്.
ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ കർത്താവ് രണ്ടാമത് നമ്മൾ സംസാരിച്ച വിഷയം ത്രീ ഹെവൻസിനെ നമ്മൾ സംസാരിച്ചു. രണ്ടാമത് നമ്മൾ സംസാരിച്ച വിഷയം ദ മിനിറ്റ് ദാറ്റ് യു ഡൈ, ദ മിനിറ്റ് യുവർ സോൾ ഡിപ്പാർട്ട് ഫ്രം യുവർ ബോഡി, യുവർ നെക്സ്റ്റ് സെക്കൻഡ്, നെക്സ്റ്റ് മിനിറ്റ് യുവർ സോൾ, ഹല്ലേലൂയ, ദ ഇന്നർ പേഴ്സൺ ഓഫ് യു ഈസ് വിത്ത് ദ ലോർഡ്. ഹല്ലേലൂയ. ഇവിടെ കറങ്ങി നടക്കത്തില്ല. കഴിഞ്ഞ ആഴ്ച സംസാരിച്ചതുപോലെ നോബഡി ഈസ് വാക്കിംഗ് അറൗണ്ട് ഹിയർ. ഹല്ലേലൂയ. ആഫ്റ്റർ യു ഡൈ നോ ഹല്ലേലൂയ ഹ്യൂമൻ സോൾ ഈസ് വാക്കിംഗ് അറൗണ്ട് ഹിയർ. ഹല്ലേലൂയ. ഇമ്മീഡിയറ്റ്ലി ഇറ്റ് ഗോസ് where it's supposed to go, where it gives the heaven or hell. Hallelujah, I don't know. Hallelujah, അവിടെ തന്നെ പൊക്കോളും പെട്ടെന്ന്. Praise the Lord, hallelujah. അപ്പോൾ പൗലോസ് പറയാണ് ഇവിടെ ഇങ്ങനെ ഞങ്ങൾ ധൈര്യപ്പെട്ട് ശരീരം വിട്ട് കർത്താവിനോട് വസിപ്പാൻ ഇഷ്ടപ്പെടുന്നു. 2 കൊരിന്ത്യർ, ഹല്ലേലൂയ, നിങ്ങൾ വാക്യങ്ങൾ എഴുതിയെടുക്കുന്നവർക്ക് എഴുതിയെടുക്കാം. Praise the Lord, അല്ലെങ്കിൽ നോ പ്രോബ്ലം. ഹല്ലേലൂയ. 2 കൊരിന്ത്യർ 5:6-8 ഇങ്ങനെ ഞങ്ങൾ ധൈര്യപ്പെട്ട് ശരീരം വിട്ട് കർത്താവിനോട് വസിപ്പാൻ ഇഷ്ടപ്പെടുന്നു. We are confident, I say, and willing rather to be absent from the body and to be present with the Lord. ഇന്ന് പൽക്കാലം എത്രക്ക് വിശ്വാസമുണ്ട്? ഹല്ലേലൂയ. നിങ്ങളുടെ ശരീരം വിട്ട് നിങ്ങളുടെ ആത്മാവ്, എൻ്റെ ആത്മാവ് നിങ്ങളുടെ ശരീരത്തിൽ വിട്ട് കഴിഞ്ഞാൽ, ഹല്ലേലൂയ, നമ്മുടെ ശരീരം വിട്ട് കഴിഞ്ഞാൽ അടുത്ത സെക്കൻഡിൽ നമ്മൾ ദൈവസന്നിധിയിലാണ്. 1 കൊരിന്ത്യർ 13:12 പറയുകയാണ്, ഇപ്പോൾ നാം കണ്ണാടിയിൽ കടമൊഴിയായി കാണുന്നു, അപ്പോൾ മുഖാമുഖമായി കാണും. ഹല്ലേലൂയ. ഈ കണ്ണാടി ഒക്കെ കണ്ടുപിടിച്ചത് അധികം നാളുകളായിട്ടില്ല. പൗലോസ് ഇതൊക്കെ എഴുതുമ്പോൾ, ഹല്ലേലൂയ, താൻ അന്നത്തെ കണ്ണാടി എന്ന് പറഞ്ഞാൽ ഈ ബ്രാസ് പിച്ചള ഇങ്ങനെ ഹല്ലേലൂയ പോളിഷ് ചെയ്ത് അതിനകത്താണ് കാണുന്നത്. ഇന്ന് നമ്മുടെ നാട്ടിൽ ചില മ്യൂസിയത്തിലൊക്കെ പോയി കാണുവാനായിട്ട് സാധിക്കും. അതിനകത്ത് നോക്കിയാൽ ഒരു മനുഷ്യൻ്റെ പിക്ചർ ശരിക്കും കാണുവാൻ പറ്റത്തില്ല. എത്ര പോളിഷ് ചെയ്താലും ഇന്ന് നമ്മൾ കണ്ണാടി കാണുന്നത് പോലെ ഒന്നും അത്ര ക്ലിയർ ആയിട്ട് കാണത്തില്ല. പ്രൈസ് ദി ലോർഡ്. എന്നാൽ പൗലോസ് പറയാണ്, അതുപോലെയാണ് നമ്മൾ നിത്യത ഇപ്പോൾ കാണുന്നത്. ഹല്ലേലൂയ. ദൈവത്തെ നമ്മൾ കാണുന്നത് കണ്ണാടി കാണുന്നത് പോലെയാണ്. ജസ്റ്റ് ലൈക്ക് ആൻ ഇമേജ്. ഹല്ലേലൂയ. ഇമേജിന് ഒരു പവറുമില്ല, ഇമേജിനൊരു ശക്തിയുമില്ല, ഇമേജിനൊരു തേജസ്സുമില്ല. എന്നാൽ പറയുകയാണ്, ഇപ്പോൾ നാം കണ്ണാടിയിൽ കടമൊഴിയായി കാണുന്നു, അപ്പോൾ നമ്മൾ മുഖാമുഖമായി കാണും. നമ്മൾ യേശുവിനെ ഫേസ് ടു ഫേസ് കാണാൻ പോവുകയാണ്. ദൈവശക്തി നമ്മൾ ഫേസ് ടു ഫേസ് കാണാൻ പോവുകയാണ്. ഇപ്പോൾ നാം അംശമായിട്ട് അറിയുന്നു. ഇപ്പോൾ എത്ര വലിയ പാസ്റ്റർ പ്രസംഗിച്ചാലും നമുക്ക് അല്പമായിട്ടേ മനസ്സിലാകത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ഹ്യൂമൻ ബ്രെയിന് അത്രയ്ക്കുള്ള കഴിവേ ഉള്ളൂ. ഞാൻ പറയട്ടെ, എന്നാൽ നിത്യതയിൽ ചെല്ലുമ്പോൾ, ഹല്ലേലൂയ, പറയാണ്, അപ്പോഴോ അവൻ അറിയപ്പെട്ടതുപോലെ തന്നെ അറിയും. അവൻ എങ്ങനെ ആയിരിക്കുന്നുവോ അതുപോലെ നമ്മൾ അറിയും. ഫോർ നൗ വി ഹല്ലേലൂയ സീ ത്രൂ ഗ്ലാസ് ഡാർക്ക്ലി ബട്ട് ദെൻ ഫേസ് ടു ഫേസ്. പൗലോസ് പറയാണ്, നമ്മൾ യേശുവിനെ കാണാൻ പോകുന്നത്, സ്വർഗരാജ്യം നമ്മൾ കാണാൻ പോകുന്നത് ഇപ്പോൾ ഈ കണ്ണാടി കാണുന്ന പോലെ. ഹല്ലേലൂയ. ഫേസ് ടൈം എത്ര അഡ്വാൻസ് ആയാലും ചില ലിമിറ്റേഷൻ ഉണ്ട്. തൊടാൻ പറ്റത്തില്ല അപ്പുറയിക്കുന്ന ആളെ, അല്ലേ? പ്രൈസ് ദി ലോർഡ്. സ്മെല്ല് കിട്ടത്തില്ല. എത്ര നല്ല റോസാപ്പൂവിൻ്റെ ഹല്ലേലൂയ കാണിച്ചാലും, ഫേസ് ടൈമിൽ കാണിച്ചാലും, യു വോണ്ട് ഗെറ്റ് ദാറ്റ് സ്മെൽ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ എത്രമാത്രം അഡ്വാൻസ് ആയാലും ഫേസ് ടൈം ആണല്ലോ ഇപ്പോഴത്തെ ഏറ്റവും ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്ന ഇമേജസ്. പലപ്പോഴും വീഡിയോ കോളിൽ, പ്രൈസ് ദി ലോർഡ്, ബൈബിൾ പറയാണ്, ഹല്ലേലൂയ, ഇതിനൊന്നും യഥാർത്ഥത്തിലുള്ള ഫിസിക്കലായിട്ട് നമ്മൾ കാണുന്നത് പോലെ കാണുവാൻ പറ്റുകയില്ല. പൗലോസ് പറയാണ്, എന്നാൽ കർത്താവിൻ്റെ വരവിൽ, പ്രൈസ് ദി ലോർഡ്, when we go to heaven, പ്രൈസ് ദി ലോർഡ്, നമ്മൾ കാണാൻ പോകുകയാണ് യേശുവിനെ താനായിരുന്നത് പോലെ കാണാനായിട്ട് പോകുകയാണ്. എന്നാൽ ഇന്ന് നമ്മുടെ മുമ്പിൽ കർത്തൃമേശയുണ്ട്. ഈ സബ്ജക്റ്റിൽ തന്നെ നിന്നുകൊണ്ട് തന്നെ, ഹല്ലേലൂയ, അതുമായിട്ട് ബന്ധപ്പെട്ടതായ ഒരു വിഷയം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. ഫോർ ടുഡേയ്സ് മെഡിറ്റേഷൻ, hallelujah, Revelation chapter 19 verse 6, hallelujah, from 6 to 9, hallelujah, വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായം അതിൻ്റെ 6 മുതൽ 9 വാക്യങ്ങളാണ് ഇന്നത്തെ പകൽക്കാലത്ത് ചിന്തയ്ക്കായിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ വലിയ പുരുഷാരത്തിൻ്റെ കോശം പോലെയും പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെയും തകർത്ത ഇടിമുഴക്കം പോലെയും ഞാൻ കേട്ടത്, ഹല്ലേലൂയ, സർവശക്തിയുള്ള നമ്മുടെ ദൈവമായ കർത്താവ് രാജ്യത്വം ഏറ്റിരിക്കുന്നു. നാം സന്തോഷിച്ച് ഉല്ലസിച്ച് അവന് മഹത്വം കൊടുക്കുക. കുഞ്ഞാടിൻ്റെ കല്യാണം വന്നുവല്ലോ, അവൻ്റെ കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. അവൾക്ക് ശുദ്ധവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിപ്പാൻ കൃപ ലഭിച്ചിരിക്കുന്നു. ആ വിശേഷ വസ്ത്രം വിശുദ്ധന്മാരുടെ നീതിപ്രവർത്തികൾ തന്നെ. Praise the Lord. For today's, hallelujah, the portion of the study is about the Lamb's wedding. Praise the Lord. Hallelujah. ബൈബിൾ ആരംഭിക്കുന്നത് ഒരു വിവാഹത്തിലാണ്.
ഏദൻ തോട്ടത്തിൽ ദൈവം ആരംഭിച്ചത് ഒരു വിവാഹമാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവം ആരംഭിച്ചത് ഒരു കുടുംബമാണ്. പ്രൈസ് ദി ലോർഡ്. ബൈബിൾ പറയുകയാണ് വിവാഹം മാന്യമാണ്. the marriage is honorable. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ബൈബിൾ ആരംഭിക്കുന്നത് ഒരു വിവാഹത്തിലാണെങ്കിൽ ബൈബിൾ അവസാനിക്കുന്നത് മറ്റൊരു വിവാഹത്തിലാണ്. ഇവരുടെ ആരുടെ വിവാഹമാണ്? അവസാനം നടക്കുന്ന വിവാഹം ആരുടെയാണെന്നറിയാമോ? ഒരു കുഞ്ഞാടിൻ്റെ വിവാഹമാണ്. ആദ്യത്തെ വിവാഹത്തിന് മുമ്പായിട്ട്, വിവാഹ സമയത്ത് ഹല്ലേലൂയ, ദൈവം ഒരു കുഞ്ഞാടിനെ ആദാമിനും ഹവ്വയ്ക്കും വേണ്ടി കണ്ടു. ഹല്ലേലൂയ. അവരുടെ നഗ്നത മറയ്ക്കുവാൻ ഒരു കുഞ്ഞാടിനെ കൊന്ന് അതിൻ്റെ തോല് കൊണ്ട് അവർക്ക് വസ്ത്രം ഉടിപ്പിച്ചെങ്കിൽ വെളിപ്പാട് പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ദ ലാസ്റ്റ് വെഡ്ഡിങ്. പ്രൈസ് ദി ലോർഡ്. ബൈബിൾ ആരംഭിക്കുന്നത് ഒരു വിവാഹത്തിലാണെങ്കിൽ ബൈബിൾ അവസാനിക്കുന്നത് മറ്റൊരു വിവാഹത്തിലാണ്. നമ്മളെല്ലാവരും ഒരു വിവാഹത്തിന് ഒരുങ്ങിക്കൊണ്ടിരിക്കുക. ആരുടെയെന്ന് അറിയാമോ? കുഞ്ഞാടൻ്റെ കല്യാണം. പ്രൈസ് ദി ലോർഡ്. എന്തുകൊണ്ടാണ് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, എന്തുകൊണ്ടാണ് യോഹന്നാൻ പറയുന്നത് കുഞ്ഞാടിൻ്റെ കല്യാണമെന്ന്? സംഭവം യേശുവിൻ്റെ കല്യാണം എന്ന് പറഞ്ഞാൽ പോരായിരുന്നോ? കുഞ്ഞാടിൻ്റെ ആടുകൾ കല്യാണം കഴിക്കുന്നു ബൈബിൾ എഴുതിയിട്ടുണ്ട്. പ്രൈസ് ഒരു കാരണമാണ്. അതിലേക്ക് പിന്നെ വരാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ബൈബിളിൽ ഒരു വാക്ക് പോലും വേസ്റ്റ് ആക്കിയിട്ടെന്നുള്ളതാണ് സത്യം. ബൈബിളിലെ ഒരു വാക്ക് പോലും തെറ്റുപറ്റിയിട്ടുള്ളതാണ് സത്യം. പ്രൈസ് ദി ലോർഡ്. ഓരോ വാക്കുകളും വളരെ കാൽക്കുലേറ്റ് ചെയ്ത് പരിശുദ്ധാത്മാവ് എഴുതി വെച്ചിരിക്കുകയാണ്. ഒരു തെറ്റും പറ്റുകയില്ല. പരിശുദ്ധാത്മാവിന് വളരെ മെറ്റിക്കുലസ് ആയിട്ട്, വളരെ കറക്റ്റായിട്ട്, വളരെ പെർഫെക്റ്റ് ആയിട്ട് പരിശുദ്ധാത്മാവ് വചനം എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ പ്രൈസ് ദി ലോർഡ്, ഞാൻ പറയട്ടെ, കുഞ്ഞാടിൻ്റെ കല്യാണം എന്ന് പറയുന്നതിനകത്ത് വേറൊരു കാര്യമുണ്ട്. അതിലേക്ക് നമുക്ക് മടങ്ങി വരാം. പ്രൈസ് ദി ലോർഡ് പറയുകയാണ്, സോ വി ഓൾ ആർ ഗെറ്റിംഗ് റെഡി ഫോർ അവർ ഓൺ വെഡിങ് വിത്ത് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അനേക വിവാഹങ്ങൾ ബൈബിൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഹല്ലേലൂയ. അബ്രഹാം സാറയെ വിവാഹം ചെയ്തു. പ്രൈസ് ദി ലോർഡ്. ഇസ്ഹാക്ക് ഹല്ലേലൂയ റബേക്കയെ വിവാഹം ചെയ്തു. ഹല്ലേലൂയ. യാക്കോബ് റേച്ചലെ വിവാഹം ചെയ്തു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഹല്ലേലൂയ ദൈവത്തിൻ്റെ ദാസന്മാർ അബ്രഹാം ഹല്ലേലൂയ തുടങ്ങിയുള്ള പിതാക്കന്മാർ ഓരോരുത്തരുടെ വിവാഹങ്ങൾ നമുക്ക് ബൈബിളിൽ കാണുവാനായിട്ട് സാധിക്കും. അതിൽ നിന്നെല്ലാം വളരെ വ്യത്യസ്തമായിട്ട് ഒരു വിവാഹമാണ് 2000 വർഷങ്ങൾക്ക് മുമ്പ് കർത്താവിൻ്റെ ദാസനായ യോഹന്നാൻ വിളിച്ചു പറയുകയാണ്, യു ആർ ഗെറ്റിംഗ് റെഡി ഫോർ എ ബിഗർ വെഡിങ്. പ്രൈസ് ദി ലോർഡ്. എല്ലാവർക്കും വിവാഹം എന്ന് പറഞ്ഞാൽ സന്തോഷമുള്ള സമയമാണ്. എല്ലാവരും വളരെ ആനന്ദിക്കുന്ന സമയം വിവാഹം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വധൂവരന്മാർ മാത്രമല്ല, ഹല്ലേലൂയ, ആ പട്ടണം മുഴുവൻ സന്തോഷിക്കും. പ്രൈസ് ദി ലോർഡ്. ദിസ് ഈസ് എ ജോയസ് ഒക്കേഷൻ. ഹല്ലേലൂയ. ഏറ്റവും നല്ല ഡ്രസ്സ് ഇട്ടുകൊണ്ട് പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ പോകുന്ന സമയമാണ് വിവാഹത്തിൻ്റെ സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഞാൻ പറയട്ടെ പ്രിയമുള്ളവരെ, ഇവിടെ പറയാണ് കുഞ്ഞാടിൻ്റെ കല്യാണം വന്നുവല്ലോ. പ്രൈസ് ദി ലോർഡ്. സോ ഹല്ലേലൂയ, ഇത് സ്വർഗത്തിൽ നടക്കാൻ പോകുന്നൊരു കാര്യമാണ്. ഹല്ലേലൂയ. ഈ വെഡ്ഡിംഗ് എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ ഇനി നടക്കാൻ പോകുന്നതായിട്ടുള്ള ഒരു വിവാഹമാണ്. Praise the Lord. Hallelujah. Hallelujah. Many hallelujah preachers talk about this wedding. നിങ്ങൾ പലപ്പോഴും ഈ വിവാഹത്തെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. പല പാസ്റ്റേഴ്സ് ഈ വിവാഹത്തെ പറ്റി ഹല്ലേലൂയ വളരെ വളരെ നല്ലതായിട്ട് ബൈബിൾ സ്റ്റഡി എടുത്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എന്നാൽ ഈ ദിവസങ്ങളിൽ നമ്മളെപ്പറ്റി ദൈവം ആഗ്രഹിക്കുന്ന കാര്യം, ആർ വി റെഡി ഫോർ ദാറ്റ് വെഡ്ഡിംഗ്? ഹല്ലേലൂയ. എത്ര സന്തോഷമുണ്ടെന്ന് പകൽക്കാലം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ബൈബിൾ പറയാണ് യേശു നമ്മളുമായിട്ടുള്ള എൻഗേജ്മെൻറ്റ് കഴിഞ്ഞിരിക്കുക. ഹല്ലേലൂയ. സോ വി ആർ വെയിറ്റിംഗ് ഫോർ ദ വെഡ്ഡിംഗ്. പ്രൈസ് ദി ലോർഡ്. എൻഗേജ്മെൻറ്റ് കഴിഞ്ഞിരിക്കുകയാണ്. പൗലോസ് വളരെ വ്യക്തമായി പറയുന്നുണ്ട്, ഹല്ലേലൂയ, ക്രിസ്തുവിന് വേണ്ടി നിങ്ങളെ എന്ത് ചെയ്തിരിക്കുകയാണ്? ഹല്ലേലൂയ. ഹല്ലേലൂയ. യു ആർ എൻഗേജ്ഡ് വിത്ത് ദ ലോർഡ്. വിവാഹം ഇതുവരെ കഴിഞ്ഞിട്ടില്ല. എന്നാൽ ബൈബിളിലെ പ്രമാണം അനുസരിച്ച് എൻഗേജ്മെൻറ്റ് ഈസ് ഈക്വലൻ ടു ദ വെഡ്ഡിംഗ്. അതുകൊണ്ടാണ് എന്താണ് യോസഫ് മറിയെ വിവാഹ നിശ്ചയം ചെയ്തിട്ടേ ഉള്ളായിരുന്നു. എന്നിട്ടും ഉപേക്ഷിക്കേണ്ട സമയമായപ്പോൾ പറയുന്നത് ഉപേക്ഷണ പത്രം വേണം. പ്രൈസ് ദി ലോർഡ്. ബിക്കോസ് ദിസ് ഇസ് എ കോൺട്രാക്ട്. ഒരു കിദൂബ എന്ന് പറയുന്നതായിട്ടുള്ള ഒരു കോൺട്രാക്ട്. ഹല്ലേലൂയ. ദേ സൈൻ എ മാരേജ് കോൺട്രാക്ട്. പ്രൈസ് ദി ലോർഡ്. ബിറ്റ്വീൻ ദോസ് ഹു ആർ ഗോയിങ് ടു ഗെറ്റ് മാരീഡ്. ഹല്ലേലൂയ. രണ്ടുപേർ തമ്മിൽ വിവാഹം കഴിക്കുന്ന രണ്ടുപേർ തമ്മിൽ ഒരു കോൺട്രാക്ട് സൈൻ ചെയ്യുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, രക്ഷിക്കപ്പെട്ടപ്പോൾ നീയും ഞാനും യേശുവുമായിട്ട് ഒരു കോൺട്രാക്ട് സൈൻ ചെയ്തിരിക്കുക. ഹല്ലേലൂയ. ഈ കോൺട്രാക്റ്റ് നമ്മളെ വേറെ പഠിപ്പിക്കുവാൻ ആർക്കേ പറ്റത്തുള്ളൂ എന്നറിയാമോ? നമുക്ക് മാത്രമേ പറ്റുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ വേണ്ട എന്ന് പറഞ്ഞാൽ മാത്രമേ നടക്കുകയുള്ളൂ ഈ വിഷയം. കാര്യം നമ്മൾ ഓൾറെഡി കോൺട്രാക്റ്റ് ദൈവമായിട്ട് സൈൻ ചെയ്തിരിക്കുകയാണ്. അല്ലെങ്കിൽ നമ്മൾ വായിച്ച ഭാഗത്തേക്ക് മടങ്ങി വരാം. അപ്പോൾ സ്വർഗത്തിൽ നടക്കാൻ പോകുന്ന അടുത്ത ഒരു വലിയ സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഹല്ലേലൂയ, കുഞ്ഞാടിൻ്റെ കല്യാണം വരുവാനായിട്ട് പോകുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവിടെ 3 കൂട്ടം ആൾക്കാരുണ്ട്. ആരാണ്? പ്രൈസ് ദി ലോർഡ്. ദൈവദൂതന്മാർ അവിടെ ഉണ്ട് വിവാഹത്തിന് സാക്ഷികളായിട്ട്. രണ്ടാമതായിട്ട് ബ്രൈഡും ബ്രൈഡ് ഗ്രൂമും ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവായ യേശു ക്രിസ്തു ഹല്ലേലൂയ നമ്മുടെ ബ്രൈഡ് ഗ്രൂം ആയിരിക്കെ
ദൈവസഭ ബ്രൈഡായിട്ടിരിക്കുകയാണ്. എന്നാൽ പഴയ നിയമവിശ്വാസികളുണ്ട്. കർത്താവിൻ്റെ വരവിന് ശേഷം ഇനി രക്ഷിക്കപ്പെടാൻ പോകുന്ന ആൾക്കാരുണ്ട്. ഉപദ്രവകാലത്ത് 144,000 പേരെ ദൈവം സ്വർഗത്തിൽ ഭൂമിയിൽ അന്ന് പരിരക്ഷിക്കും. അവർക്കൊന്നും വരാതെ, അനർത്ഥം വരാതെ, അപകടം വരാതെ. 144,000 എന്ന് പറയുന്നത് യഹൂദന്മാരുടെ ഓരോ ഗോത്രങ്ങളിൽ നിന്നും 12 ഗോത്രങ്ങളിൽ നിന്നും 12,000 പേരെ ചേർത്തുള്ള നമ്പറാണ്. നമുക്കറിയാം 12 ഈസ് ദ നമ്പർ ഓഫ് അഡ്മിനിസ്ട്രേഷൻ ഇൻ ബൈബിൾ. ബൈബിളിൽ ഓരോ നമ്പറിനും ഓരോ മീനിങ് ഉണ്ട്. ദ 12 ഈസ് ദ അഡ്മിനിസ്ട്രേഷൻ നമ്പർ, ഗോഡ്ലി അഡ്മിനിസ്ട്രേഷൻ. 12 ഗോത്രങ്ങൾ പഴയ നിയമത്തിൽ അഡ്മിനിസ്ട്രേറ്റ് ചെയ്തുകൊണ്ടിരുന്നത് ആ 12 ഗോത്രങ്ങളാണ്. പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ 12 ശിഷ്യന്മാരെ യേശു തെരഞ്ഞെടുത്തു. അതിലെ ഒരുത്തൻ തൂങ്ങിച്ചത്തു. പ്രൈസ് ദി ലോർഡ്. ആ സമയത്ത് ഒരുവന് വരെ 2 പേരെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ കമ്പനിക്കാർ ചെയ്യുന്ന പോലെ ഒരാൾക്ക് കൊടുക്കേണ്ട ശമ്പളം 2 പേർക്ക് കൊടുത്താൽ അത്രയും കൂടി ജോലി നടക്കും. അതല്ല കർത്താവിൻ്റെ പരിപാടി. കർത്താവ് 2 പേരെ എടുത്തില്ല, അതിന് പകരം ഒരാളെ എടുത്തു. അവൻ്റെ പേരാണ് ബെന്യാമിൻ ഗോത്രത്തിൽപ്പെട്ട പൗലോസ്. ഞാൻ ക്രിസ്തുവിൽ നിന്ന് പ്രാപിച്ചവൻ എന്ന് പറയുന്നവൻ, അവനെ തെരഞ്ഞെടുത്തു. ഈ 12 ഗോത്രങ്ങളെ പുതിയ നിയമത്തിലെ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആണ്. പ്രൈസ് ദി ലോർഡ്. ഇവരെ 2 പേരെയും കൂടെ ചേർന്നാണ് സ്വർഗത്തിൽ അഡ്മിനിസ്ട്രേറ്റ് ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ നടുവിലായിരിക്കും നമ്മൾ ഓരോരുത്തരും. ആ സ്വർഗരാജ്യത്തിൽ ദൈവം നമുക്ക് ഓരോ ജോലികളും ഓരോ അസൈൻമെന്റ് തന്ന് നമ്മളെ ആക്കാൻ പോകുന്നത്. Praise the Lord. Hallelujah. So what is happening in this wedding? Hallelujah. ഇത്രമാത്രം വലിയ ഒരു വിവാഹ കാര്യത്തിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ഹല്ലേലൂയ. വിവാഹം ദൈവം ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്തതാണ്, ദൈവം അനുഗ്രഹിച്ചതാണ്, ദൈവത്തിൻ്റെ പ്ലാനാണ്, ദൈവത്തിൻ്റെ പദ്ധതിയാണ്. ഒരു പുരുഷനും ഒരു സ്ത്രീയും ഫോർ ലൈഫ് ടൈം വിവാഹം കഴിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങളോട് ഞാൻ പറയട്ടെ, വിവാഹം പണ്ടൊരാൾ പറഞ്ഞതുപോലെ വിവാഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലേക്ക് ഞാൻ പോകുന്നില്ല. വിവാഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ മാൻ വിത്ത് എ വുമൻ ഫോർ ലൈഫ് ടൈം. ഒരു പുരുഷനും ഒരു സ്ത്രീയും വിവാഹ കോൺട്രാക്ട് സൈൻ ചെയ്തത് ഈസ് ഫോർ ദ ലൈഫ് ടൈം. അവനത് പറഞ്ഞ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, ഞാൻ പോവാന്ന് പറഞ്ഞ് പോകുന്നതല്ല വിവാഹം. എത്രയ്ക്ക് മനസ്സിലായി? ഹല്ലേലൂയ. 2 പേര് എപ്പോഴും അങ്ങനെ ഹല്ലേലൂയ എല്ലാ കാര്യങ്ങളും ഒരുപോലെ ആകണം നിങ്ങൾ ചിന്തിക്കരുത്. പ്രൈസ് ദി ലോർഡ്. ദേർ ആർ ഹല്ലേലൂയ പലപ്പോഴും ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത പേഴ്സണാലിറ്റി ആയിരിക്കാം ദൈവം നിങ്ങളെ തന്നത്. നിങ്ങൾക്ക് പറ്റിയതാണ് അങ്ങനെ തന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടാവുന്നതിൽ ഏറ്റവും ബെസ്റ്റ് ദൈവം തന്നത്. ഹല്ലേലൂയ. ദ വെരി ബെസ്റ്റ്. എല്ലാ ആണുങ്ങളും സ്വതന്ത്രം പറഞ്ഞാട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കാര്യം അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ സ്വഭാവത്തിൻ്റെ കുഴപ്പം കൊണ്ടാണ്. പ്രൈസ് ദി ലോർഡ്. സഹോദരിമാർ അങ്ങനെയാണ് ചിന്തിക്കണം. പ്രൈസ് ദി ലോർഡ്. ഇത് 2 കോംപ്ലിമെൻറ്റ് ചെയ്യണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതാണ് ദൈവത്തിൻ്റെ സൃഷ്ടി. ഇപ്പോൾ ഹല്ലേലൂയ. ഞാൻ പറഞ്ഞ ഭാഗത്തേക്ക് നമ്മൾ മടങ്ങി വരട്ടെ. ഹല്ലേലൂയ. ഫാമിലി ഈസ് ദ ബിൽഡിംഗ് ബ്ലോക്ക് ഫോർ ചർച്ച്. Family is broken, the church is broken. Hallelujah. The church is broken, the nation is broken. The nation is broken, the whole world is broken. Praise the Lord. അതുകൊണ്ട് the building block of the church is a family. ഞാൻ പറയട്ടെ കുഞ്ഞുങ്ങളെ, നിങ്ങൾ പലരും വിവാഹത്തിന് വേണ്ടി ഒരുങ്ങുന്നവരാണ്. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, വളരെ പ്രാർത്ഥിച്ച് ഹല്ലേലൂയ ഇതിലേക്ക് നിങ്ങൾ കരങ്ങൾ നീട്ടണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വളരെ പ്രാർത്ഥിച്ച് ഹല്ലേലൂയ ഇതിലേക്ക് നിങ്ങൾ ഹല്ലേലൂയ കയറണം. ഹല്ലേലൂയ. ഓ സ്തോത്രം. ഹല്ലേലൂയ. എന്താണ് ഞാൻ പറഞ്ഞൊരു കാര്യം എന്നറിയാമോ? പിശാച് അറ്റാക്ക് ചെയ്യുന്നതും ഫാമിലീസിനെയാണ്. ഈ മാസത്തിൻ്റെ പ്രത്യേകത നമുക്കറിയാം. ഹല്ലേലൂയ. ജൂൺ എന്താണെന്ന് നമുക്കറിയാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതാരെയാണ് അറ്റാക്ക് ചെയ്യുന്നതെന്നറിയാമോ? പ്രൈസ്. നമ്മുടെ കുഞ്ഞുങ്ങളുടെ തലച്ചോറിനകത്ത് ആവശ്യമില്ലാത്ത ടീച്ചിങ്സ് ഇട്ടുകൊണ്ട് അവരുടെ മനസ്സിനെ ഹല്ലേലൂയ അവരുടെ മനസ്സിനെ പൊള്യൂട്ടഡ് ആക്കിക്കൊണ്ട് അവരുടെ മനസ്സിൽ എന്താണ് സത്യം, എന്താണ് ശരി, എന്താണ് കള്ളമെന്ന് അറിയാൻ പറ്റാതെ അവരുടെ മനസ്സിനെ ഹല്ലേലൂയ വളരെ മെസ്സപ്പ് ചെയ്യുന്ന ഒരു സിസ്റ്റത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ദൈവം പറയാണ്, ക്രിസ്തു എന്ന ഏക പുരുഷന് നിങ്ങളെ വിവാഹം നിശ്ചയം ചെയ്തിരിക്കുകയാണ്. Hallelujah. So what is your responsibility? You need to wait for the Lord. Hallelujah. ഒരു ദിവസം കർത്താവിൻ്റെ കൂടെ, ഒരു ദിവസം വേറെ ആളുടെ കൂടെ, അതല്ല ദൈവം ആഗ്രഹിക്കുന്നത്. Praise the Lord. എപ്പോഴും കർത്താവിൻ്റെ കൂടെ. പൗലോസ് വളരെ വ്യക്തമായിട്ട് പറയാണ്, ഒരു വിവാഹത്തിന് നിശ്ചയം ചെയ്തിരിക്കുന്ന ഒരു യുവതി വിവാഹം കഴിക്കുവാൻ പോകുന്ന വ്യക്തിയോട് എത്രമാത്രം കമ്മിറ്റഡ് ആണോ അതുപോലെ ആയിരിക്കണം. Praise the Lord. നിങ്ങളും യേശുവുമായിട്ടുള്ള ബന്ധം ഇതിനിടയ്ക്ക് വേറെ ഒന്നും കടന്നു വരല്ലേ. മഗതിയാം ബാബിലോണൊന്നും കടന്നു വരല്ലേ. ഹല്ലേലൂയ. മറ്റ് ദൈവങ്ങൾ കടന്നു വരല്ലേ. മറ്റ് ദൈവത്തിൽ നിന്നെ അകറ്റുന്ന യാതൊന്നും കടന്നു വരല്ലേ. ആ ക്രിസ്തു എന്ന ഏക പുരുഷന് നിന്നെ വിവാഹം നിശ്ചയം ചെയ്തിരിക്കുകയാണ്. ഹല്ലേലൂയ. നീ വിശ്വസ്തനായി നിന്നില്ലെങ്കിൽ
പ്രൈസ് ദി ലോർഡ്. നീ കാഹളം കേൾക്കത്തില്ല. നീ ആ കർത്താവിനോട് വിശ്വസ്തനായി നിന്നില്ലെങ്കിൽ ഹല്ലേലൂയ ശബ്ദം നീ കേൾക്കും, പക്ഷേ മെസ്സേജ് നീ കേൾക്കത്തില്ല. അതൊക്കെ മനസ്സിലായി. കർത്താവിൻ്റെ കാഹളം എല്ലാവരും കേൾക്കുമെന്നാണ് ചിന്തിക്കുന്നത്. കാര്യം കർത്താവിൻ്റെ ഭയങ്കര ശബ്ദമാണ് വരുന്നത്. പക്ഷെങ്കിൽ ഹല്ലേലൂയ അതിൻ്റെ മെസ്സേജ് നമുക്ക് കിട്ടത്തില്ല. കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളൊരു കോൺഫറൻസ് അറ്റൻഡ് ചെയ്തു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഫസ്റ്റ് സെഞ്ച്വറി ഫൗണ്ടേഷൻ എന്ന് പറയുന്നൊരു കോൺഫറൻസ് അറ്റൻഡ് ചെയ്തു. ഹല്ലേലൂയ. ആ സമയത്ത് ഒരു കപ്പിൾസിന് $8,000 വർത്ത് പാക്കേജ് ടു ഇസ്രായേൽ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ മുട്ടേക്കുത്തിയും തലക്കുത്തിയും എല്ലാം കിടന്ന് പ്രാർത്ഥിച്ചു, കർത്താവേ എനിക്കത് തരണേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എങ്ങനെയൊക്കെ പ്രാർത്ഥിക്കുക, അങ്ങനെയല്ല ഇതുപോലെ പ്രാർത്ഥിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പ്രൈസ്. അതുപോലെ ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവേ നിൻ്റെ ആണെങ്കിൽ എനിക്ക് തരണേ. പ്രൈസ് ദി ലോർഡ്. എനിക്ക് ആഗ്രഹമുണ്ട് കർത്താവേ. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥിച്ചു, ഒത്തിരി പ്രാർത്ഥിച്ചു. കാര്യം 8,000 രൂപ അന്നെടുക്കാൻ എൻ്റെ ഇല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ സമയത്ത് എല്ലാലിൻ്റെ മാനേജിങ് ഡയറക്ടർ എല്ലാം എന്ന് പറഞ്ഞാൽ ദ നാഷണൽ എയർലൈൻ ഫോർ ഇസ്രായേൽ. ഹല്ലേലൂയ. വലിയൊരു ചർച്ചാണ്, നമ്മുടെ ക്വീൻസ് ബേ കത്തീഡ്രലാണ്, വലിയൊരു ചർച്ചാണ്. ആൾക്കാരെല്ലാം ഇങ്ങനെ ഇരിക്കുകയാണ്. അവർ വിളിച്ചു പറഞ്ഞു, ബീന മാത്യു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞങ്ങൾ ഒരാളുടെ പേര് വിളിച്ചാൽ മതിയല്ലോ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ ശബ്ദം എല്ലാവരും കേട്ടു. പക്ഷെ ആരെയാണ് വിളിച്ചത്? അവർ ഓടിപ്പോയി. പ്രൈസ് ദി ലോർഡ്. ഞാനും പുറകെ ഓടി. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറഞ്ഞൊരു കാര്യം എന്താണെന്നറിയാമോ? ശബ്ദം എല്ലാവരും കേട്ടു, പേരും വ്യക്തമായി കേട്ടു. പക്ഷെ അത് നിനക്കുള്ള കോളല്ല, നീ പോയി അവിടെ കിട്ടത്തില്ല. പ്രൈസ് ദി ലോർഡ്. നീ എത്ര വ്യക്തമായി കേട്ടാലും നീ ഓടിച്ചെല്ലുമ്പോൾ അവിടെ ചെല്ലുമ്പോൾ നിൻ്റെ ID കാണിക്കുമ്പോൾ നീ നാം കെട്ടുപോകും. പ്രൈസ് ദി ലോർഡ്. ഇതുപോലെ കർത്താവിൻ്റെ വരവിൽ പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ ഈ ലോകത്തിലുള്ള സകലരും കർത്താവിൻ്റെ കാഹളം കേൾക്കുമെന്ന് ഞാൻ ചിന്തിക്കുന്നത്. കാര്യം ചിലർക്ക് അങ്ങനല്ല. ബ്ലാസ്റ്റ് ഓഫ് ട്രംപറ്റ്. ഹല്ലേലൂയ. അവൻ്റെ കാഹളം ധ്വനിക്കുമ്പോൾ ഹല്ലേലൂയ ഉണ്ടാകട്ടെ എന്ന് ഉച്ചാരണം കൊണ്ട് ഉലകത്തെ സൃഷ്ടിച്ച ഈ കർത്താവ് തൻ്റെ ശബ്ദം കൊണ്ട് ഹല്ലേലൂയ ആ കാഹളം ഊതുമ്പോൾ ഈ ഭൂതലം വിറയ്ക്കും. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയെങ്കിൽ സർവ്വഭൂമിയിലുള്ളവരും സകല മുസ്ലിംസും സകല ബുദ്ധന്മാരും സകല നിരീശ്വരന്മാരും സകല ഗേയും സകല LGBT-യും സകലരും ഇത് കേൾക്കും, അവൻ്റെ കാഹള ധ്വനി. പക്ഷെങ്കിൽ അവർക്കുള്ള വിളി അല്ലത്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പൈതലേ, രക്ഷിക്കപ്പെട്ട ദൈവത്തിൻ്റെ പൈതലേ, സ്നാനപ്പെട്ട ദൈവത്തിൻ്റെ പൈതലേ, വിശുദ്ധ ജീവിതം നയിക്കുന്ന ദൈവത്തിൻ്റെ പൈതലേ, നിനക്ക് വേണ്ടിയുള്ള കോളാണത്. ഇവിടെ കയറി വരുവി എന്നുള്ള ശബ്ദം കേൾക്കുമ്പോൾ ഹല്ലേലൂയ എല്ലാവർക്കും ദിസ് നോട്ട് ഫോർ everyone will hear the sound but they will not hear the message because that is not for them. This is for you, those who are redeemed and washed by the precious blood of the Lamb. യേശുവിൻ്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങിയവർക്ക് വേണ്ടിയുള്ളതാണ് ഈ വിളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഹല്ലേലൂയ. സമയം മുന്നോട്ട് പോവുകയാണ്. Hallelujah. So what is happening? Hallelujah. In the wedding there is songs in the wedding. നമുക്കറിയാം ഒരു വിവാഹ ശുശ്രൂഷയ്ക്ക് പോയാൽ hallelujah the main thing is singing. Praise the Lord. Everybody is singing about praising about God and his faithfulness. Hallelujah. Hallelujah. വധുവരന്മാർ ചേർന്ന് പാടും. Praise the Lord. Hallelujah. കൊയറുള്ളവർ പാടും, എല്ലാവരും പാടും. Hallelujah. ഈ വെഡിങ്ങിനും പാട്ടുണ്ട്. Praise the Lord. അവിടെ പാടുന്നത് എന്താണെന്നറിയാമോ? അവിടെ പാടുന്ന ഒറ്റ പാട്ടേ ഉള്ളൂ. എന്താണെന്നറിയാമോ? Hallelujah. Praise the Lord. സ്വർഗത്തിലെ ഭാഷ Hallelujah. ഹല്ലേലൂയ. ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ ഈ എബ്രായ ഭാഷയിലുള്ള ദൈവത്തിന് സ്തുതി. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തുതി, യഹോവയ്ക്ക് സ്തുതി എന്നുള്ള അർത്ഥമാണ്. എന്നാൽ ഈ ഭാഷ ലോകത്തിലെ മറ്റൊരു ഭാഷയിലേക്കും ട്രാൻസ്ലേറ്റ് ചെയ്യാതെ വെളിപ്പാട് പുസ്തകത്തിൽ 19-ാം അധ്യായത്തിൽ 4 പ്രാവശ്യം ഹല്ലേലൂയ പറയുകയാണ്. ഒന്നാമത്തെ ഹല്ലേലൂയയുടെ കാര്യം എന്നറിയാമോ? ഹല്ലേലൂയ പുരുഷാരൻ്റെ മഹാഘോഷം പോലുള്ള ഹല്ലേലൂയ. ഹല്ലേലൂയ പറയേണ്ടത് എങ്ങനാ? പുരുഷാരത്തിൻ്റെ മഹാഘോഷത്തോടെ. പ്ലസംബർ പറഞ്ഞു കഴിഞ്ഞ നാളുകൾ ശബ്ദമെടുക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ ശബ്ദം എടുക്കുന്നതിന് അത്ഭുതമല്ലയോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ ശബ്ദമില്ലാതെ വരുമ്പോഴേ അതിൻ്റെ ബുദ്ധിമുട്ട് നമ്മൾ അറിയത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഞാൻ പറയട്ടെ, ഇവിടെ പറയാണ് അവിടെ ചെല്ലുമ്പോൾ ഊമരും കുടരുമായി ഇവിടെ ഉണ്ടായിരുന്ന ആൾക്കാരും ശബ്ദമെടുക്കുവാൻ കഴിവില്ലാത്തവരും രോഗികളായി മാറിയവരും ആര് തന്നെ ആയിക്കൊള്ളട്ടെ, സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ഉണ്ടല്ലോ അവർ അത്യുന്നതത്തിൽ നമ്മുടെ കരങ്ങളെ ഉയർത്തി ഒരുമിച്ച് ഉറക്കെ ഹല്ലേലൂയ പറയാ. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. അപ്പോൾ ഒന്നാമത്തെ ഹല്ലേലൂയയുടെ പ്രത്യേകത എന്നറിയാമോ? മഹാസന്തോഷത്തോടെ, മഹാഘോഷത്തോടെ, മഹത്വവും ശക്തിയും നമ്മുടെ ദൈവത്തിനുള്ളതെന്ന് പറഞ്ഞുകൊണ്ട് ആദ്യത്തെ ഹല്ലേലൂയ. രണ്ടാമത്തെ ഹല്ലേലൂയ
മൂന്നാം വാക്യത്തിൽ കാണുന്നത്, അവർ പിന്നെയും ഹല്ലേലൂയ, അവരുടെ പുക എന്നേക്കും പൊങ്ങുന്നു എന്ന് പറഞ്ഞു. 24 മൂപ്പന്മാരും തങ്ങളുടെ ജീവികളും ആമേൻ ഹല്ലേലൂയ എന്ന് പറഞ്ഞ് സിംഹാസനത്തിൽ ഇരിക്കുന്ന ദൈവത്തെ വീണ്ടും നമസ്കരിച്ചു. ഹല്ലേലൂയ. അപ്പോൾ ഞാൻ പറഞ്ഞു 12 is a number for administration. 24 is a number of the Old Testament administration and the New Testament. They both are bowing down, casting their crowns and worshiping Lord with one voice. Hallelujah. ലേനാർഡ് കോഹൻ എന്ന് പറയുന്ന മനുഷ്യൻ വിശ്വാസിയൊന്നുമല്ല. അദ്ദേഹം ഒരു പാട്ട് എഴുതി, ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഏത് ഷോപ്പിംഗ് മോളിൽ പോയാലും ആ പാട്ട് നിങ്ങൾക്ക് കേൾക്കാം. ഞാൻ പറഞ്ഞത് വെച്ച് കഴിഞ്ഞാൽ ഈ ഹല്ലേലൂയ എന്ന് പറയുന്ന പാട്ട് അദ്ദേഹം ഒരു യഹൂദനാ, ദൈവത്തെ യേശുവിനെ അറിയാതെ പാടിയതാ. ഞാൻ വിശ്വസിക്കുന്ന ഒരു ദിവസം 144,000 പേർ സിംഹാസനത്തിന് മുമ്പാകെ നിന്ന് അവരോട് രക്ഷിക്കപ്പെടുന്ന എണ്ണക്കൂടാത്ത ഒരു സംഖ്യ ജനം ദൈവത്തെ ആരാധിക്കപ്പോൾ ഹല്ലേലൂയ എന്ന് പറഞ്ഞ് പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. തങ്ങളുടെ കിരീടങ്ങളെ താഴെയിട്ട് 24 മൂപ്പന്മാരും ആമേൻ, അടുത്ത വാക്ക് ആമേൻ എന്ന് പറഞ്ഞ് കർത്താവിനെ സ്തുതിക്കുകയാണ്. പെട്ടെന്ന് പോകട്ടെ, 6 വാക്യത്തിൽ പറയാണ്, അപ്പോൾ വലിയ പുരുഷാരത്തിൻ്റെ ഘോഷം പോലെയും പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെയും തകർത്ത ഇടിമുഴക്കം പോലെയും ഞാൻ കേട്ടത് ഹല്ലേലൂയ. സർവശക്തിയുള്ള നമ്മുടെ ദൈവമായ രാജാവ് കർത്താവ് രാജ്യത്വം ഏറ്റിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഇവിടെ പറയുകയാണ് ഹല്ലേലൂയ. എന്താണ് പറയുന്നത്? ഹല്ലേലൂയ, സർവശക്തിയുള്ള നമ്മുടെ ദൈവം കർത്താവും രാജാവും രാജ്യത്വം ഏറ്റെടുത്തിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഗെറ്റ് റെഡി ഫോർ ഹെവൻ. ഹല്ലേലൂയ. 90 വയസ്സായി കട്ടിലേക്ക് കിടന്ന് പല്ലുമില്ല, ചെവിയില്ല, ചെവിയും കേൾക്കത്തില്ല. ഹല്ലേലൂയ. ഒന്നും കാണാതിരിക്കുമ്പോഴല്ല നമ്മളിത് പഠിക്കേണ്ടത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രായമായിട്ട് നരയൊക്കെ നരച്ച് ഹല്ലേലൂയ, ഓ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, എല്ലാം ഫ്യൂസായി ഹല്ലേലൂയ, ചെവി കേൾക്കുന്നില്ല, ഒന്ന് ആ സമയത്തല്ല സ്വർഗത്തെ പറ്റി പഠിക്കേണ്ടത്. ചോരയും നീരുമുള്ളപ്പോൾ, യൗവനമായിരിക്കുമ്പോൾ, സ്വർഗരാജ്യത്തെ പറ്റിയുള്ള കാഴ്ചപ്പാടകത്ത് പ്രവേശിക്കുമ്പോൾ എന്ത് പറ്റും? നമ്മുടെ കാഴ്ചപ്പാടുകൾ മാറും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, എത്ര പേര് ഇന്ന് പകൽക്കാലം ആരാധനയ്ക്ക് തയ്യാറാകും? പ്രൈസ് ദി ലോർഡ്. We'll continue next week. Hallelujah. What is going to happen in that heavenly wedding? Hallelujah. എന്നാൽ നമുക്ക് നമ്മളെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കാം. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, ഈ വെഡ്ഡിങ്ങിൻ്റെ എല്ലാം കാരണമുണ്ട്. എന്നറിയാമോ? ഹല്ലേലൂയ. മർക്കോസിൻ്റെ മാളിമുറുകിൽ പ്രൈസ് ദി ലോർഡ് വേറെ ഒരു വിരുന്ന് നടന്നു. പ്രൈസ് ദി ലോർഡ്. നമുക്ക് കർത്താവിൻ്റെ സ്ഥലത്ത് എഴുന്നേറ്റ് നിൽക്കാം. All the blessing that we enjoy through Christ Jesus, all the blessings, even the heavenly blessings, even the eternal life, we enjoy because of that feast in that, hallelujah, in that room, upper room. Hallelujah. യേശു ശിഷ്യന്മാരുമായിട്ട് ഹല്ലേലൂയ കയറി വന്നതായിട്ടുള്ള ആ റൂമിൽ നടന്നതായിട്ടുള്ള ആ ഫീസ്റ്റ് മൂലമാണ് സ്വർഗത്തിൽ ദൈവം ഒരു ഫീസ്റ്റ് ഉണ്ടാക്കിയിരിക്കുന്നത്.